ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ പിക്കിൾ റെസിപ്പി ആയിട്ടാണ്. മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഈ ഒരു മാംഗോ പിക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി മൂത്തിട്ടുള്ള 3 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ്. ഞാനിവിടെ മാങ്ങ ക്ലീൻ ചെയ്തതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ മാങ്ങ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഞാനിവിടെ ഒരു കുഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിക്കിൾ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 13 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ബിരിയാണിക്കും ഗീ റൈസിനും അതുപോലെ ഫ്രൈഡ് റൈസിനൊക്കെ വളരെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മാംഗോ പിക്കിൾ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനിതിലോട്ട് കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഇത് തന്നെ മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ കടുകും കറിവേപ്പിലൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ട് തന്നെ മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു ഡാർക്ക് റെഡ് കളറായിട്ടുണ്ട്. ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കിയെടുക്കാം. ഈ മാങ്ങ കഷ്ണങ്ങളിലൊക്കെ മസാല പിടിക്കട്ടെ. നമ്മളിതിൽ ഏലക്കയും ഗ്രാമ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആൻഡ് സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പിക്കിളിന്. ഇതിൻ്റെ രുചി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ ഒരു പിക്കിളിൽ വിനീഗർ അതുപോലെ ചൂടുവെള്ളം ഇതൊന്നും ആഡ് ചെയ്യുന്നേയില്ല. വിനീഗർ ഒന്നും ചേർക്കാതെ തന്നെ ഇത് മാസങ്ങളോളം കേടുകൂടാതെ ഇരുന്നോളും. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നമ്മളിവിടെ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ആക്കിയതാണ്, പിന്നെ ഓൺ ചെയ്യുന്നേയില്ല കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ കുപ്പിയിലാക്കി വെക്കരുത്. ഇത് ഒരു ദിവസം ഈ ഒരു പാനിൽ തന്നെ നിൽക്കട്ടെ. ഇപ്പോൾ കണ്ട പിറ്റേ ദിവസം ആയപ്പോഴേക്കും അച്ചാറിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ രുചിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വളരെയേറെ വെറൈറ്റിയും സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. ഞാനിവിടെ പിക്കിൾ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്കിളെല്ലാം ഇതിലോട്ട് നിറച്ചു കൊടുക്കാം. ഈ ഒരു പിക്കിൾ നിങ്ങൾ 2 വീക്സ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക. അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി മാംഗോ പിക്കിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.